നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു നിർത്തിയത് ഗ്രാവിറ്റേഷൻ്റെ കേസിൽ ഓർബിറ്റൽ വെലോസിറ്റി വരെ നമ്മൾ എടുത്തു നിർത്തി. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷൻ്റെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി എന്താണ്. എസ്കേപ്പ് വെലോസിറ്റി, ദെൻ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഇത്രയാകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. നമുക്കതിനകത്ത് ആദ്യമേ നമ്മൾ എടുക്കേണ്ടുന്നത് എസ്കേപ്പ് വെലോസിറ്റി. ശരിക്കും എന്താണ് ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ? എസ്കേപ്പ് വെലോസിറ്റി വെച്ചാൽ നമ്മൾ സാധാരണ നോർമലി ഒരു കല്ലിനെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? കല്ല് മുകളിൽ പോവും, അതുപോലെ തിരിച്ചു വരും. നമ്മൾ കുറച്ചുകൂടെ വെലോസിറ്റി എറിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിൽ പോവും, അതുപോലെ തിരിച്ചു വരും. ഇങ്ങനെ പോയി തിരിച്ചു വരാത്ത അവസ്ഥ. എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു ബോഡിയെ നമ്മൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളത് കൊണ്ടാണ് ഈ ബോഡി തിരിച്ചു വരിക. ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം തിരിച്ചു വരും. ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഓവർകം ചെയ്ത് പുറത്ത് ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ ജസ്റ്റ് എത്തിച്ചേരണം, പിന്നെ തിരിച്ചു വരാൻ പാടില്ല. രണ്ട് രീതിയിൽ എസ്കേപ്പ് വെലോസിറ്റി പറയാം. ഓർക്കുക, ഇവിടെ നിന്ന് നമ്മൾ എറിയുന്ന എത്ര മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് ആൻ ഓബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് സോ ദാറ്റ് ദ ബോഡി ജസ്റ്റ് റീച്ചസ് അറ്റ് ഇൻഫിനിറ്റിയിൽ ജസ്റ്റ് എത്തിച്ചേരുക. ഓർ ജസ്റ്റ് ഓവർകം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത്. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ പുള്ളിനെ ഓവർകം ചെയ്ത് ജസ്റ്റ് പുറത്തിറങ്ങും. അവിടെ ചെന്നിട്ട് പിന്നെ മൂവ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടത് മിനിമം വെലോസിറ്റി. ഇപ്പോൾ നമ്മൾ 10 മീറ്റർ, ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 10 മീറ്റർ പെർ സെക്കൻഡ് എറിയുമ്പോൾ കല്ല് ഇവിടെ പോയി തിരിച്ചു വരുന്നു. വെലോസിറ്റി 15 ആക്കുമ്പോൾ ഇവൻ കുറച്ചുകൂടെ മുകളിൽ പോയി തിരിച്ചു വരുന്നു. 20 ആക്കുമ്പോൾ ഇവിടെ പോയി തിരിച്ചു വരുന്നു. 25 ആക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് എത്തിച്ചേരുന്നു, തിരിച്ചു വരുന്നില്ല. അപ്പോൾ ചോദിക്കും, 25 കൂടി എറിഞ്ഞാൽ ബോഡി ഇവിടെ എത്തിച്ചേരും. 30 കൂടി എറിഞ്ഞാലും എത്തും. പക്ഷെ 30 കൂടി എറിഞ്ഞാൽ ബോഡി ഇവിടെ ചെന്നിട്ട് വീണ്ടും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വേണ്ട. ജസ്റ്റ് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഓവർകം ചെയ്യാൻ വേണ്ടുന്ന മിനിമം വെലോസിറ്റി. വാട്ട് ഈസ് ദ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്ന് പ്രൊജക്ട് ചെയ്യണം സോ ദാറ്റ് ദ ബോഡി ജസ്റ്റ് റീച്ചസ് അറ്റ് ഇൻഫിനിറ്റി, ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തിച്ചേരുക. അപ്പൊ നമ്മളിവിടെ ഏത് കൺസെപ്റ്റ് എടുക്കും? നമ്മൾ എടുക്കേണ്ടുന്ന കൺസെപ്റ്റ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നിന്ന് ബോഡിയെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ആ പ്രൊജക്ട് ചെയ്യുന്ന ബോഡി എസ്കേപ്പ് ചെയ്ത് ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തിച്ചേരണം. ജസ്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തിച്ചേരുക. ഇവിടെ ഇത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ ജിയുടെ വാല്യൂ 0 ആണ്. പിന്നീട് അവൻ തിരിച്ചു വരില്ല. അവിടെ ചെന്ന് വീണ്ടും മൂവ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടുന്ന മിനിമം വെലോസിറ്റി എത്ര? അപ്പൊ നമുക്കറിയാം, കൺസിഡർ ദ എർത്ത് ആസ് എ പെർഫെക്റ്റ് സ്ഫിയർ ഓഫ് റേഡിയസ് r ആൻഡ് മാസ് m. കൺസർവേഷൻ ഓഫ് എനർജി എടുക്കുമ്പോൾ ബൈ കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് ദ സർഫസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റി ചെല്ലുമ്പോൾ ടോട്ടൽ എനർജിയും സർഫസിലിരിക്കുന്ന ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കും. സർഫസിലിരിക്കുമ്പോൾ അവന്റെ എനർജി ഏതൊക്കെയാണ്? അറ്റ് ദ സർഫസിലിരിക്കുന്ന സമയത്ത് അവന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ m v². പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -gmm/r, -gmm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ, gmm. ഇതാണ് ബോഡിയുടെ മാസ് m ആണ്. നമ്മൾ എറിയുന്ന ബോഡിയുടെ മാസ് m ആണ്. -gmm/r. പൊട്ടൻഷ്യൽ എനർജി ഈസ് ആൾവേസ് നെഗറ്റീവ്. ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അറ്റ് ഇൻഫിനിറ്റിയിൽ എത്തിച്ചേരുന്ന സമയത്ത് ദർ ഈസ് നോ കൈനറ്റിക് എനർജി ബിക്കോസ് ബോഡി ജസ്റ്റ് അവിടെ എത്തിച്ചേർന്നു, റെസ്റ്റിലായി. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും 0 ആണ്. By conservation of energy, total energy at the surface is equal to total energy at infinity. That means -gmm divided by r plus ½ mv² is equal to 0, or ½ mv² is equal to gmm divided by capital R. അതിനകത്ത് സ്മാൾ m നമ്മുടെ സാറ്റലൈറ്റിന്റെ മാസുകൾ തമ്മിൽ ക്യാൻസൽ ആയി പോയി. gm-ന് പകരം എന്തെഴുതാം? gr². ദാറ്റ് ഈസ് gr² ഡിവൈഡഡ് ബൈ r. ഒരു ആറും കൂടി ക്യാൻസൽ ആയി. Therefore, v escape² is equal to 2gr, or v escape is equal to √2gr. This is the equation for
escape velocity of any planet. സണ്ണിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ കേസിലാണെങ്കിൽ എർത്തിന്റെ ജിയും എർത്തിന്റെ ആറും, മൂണിന്റെ കേസിലാണെങ്കിൽ മൂണിന്റെ ജിയും മൂണിന്റെ ആറും. ഇത് നമ്മൾ എർത്തിന്റെ ജി 9.8ഉം എർത്തിന്റെ റേഡിയസ് 6400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ 11.2 km/s എന്ന് കിട്ടും. This is the escape velocity of Earth. എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു ബോഡിയെ ജസ്റ്റ് ഓവർകം ചെയ്ത് നമ്മുടെ ഗ്രാവിറ്റിയുടെ പുറത്തെത്തിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 11.2 km/s. മീറ്റർ/സെക്കൻഡ് അല്ല, km/h അല്ല, km/s. ഇത്രയും വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ ആ ബോഡി ഒരിക്കലും തിരിച്ചു വരില്ല. ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ദിസ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് പ്രൊജക്റ്റഡ്. പ്രൊജക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ മാസമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ദിസ് ഈസ് കാൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ആരായിരുന്നു ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത്? മിനിമം ഓർബിറ്റൽ വെലോസിറ്റി √gr. അതുകൊണ്ട് ഇവിടെ എഴുതാം എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓഫ് VO മിനിമം. സാധാരണ എക്സാമിനേഷൻ ഒക്കെ പറയുമ്പോൾ VO എന്ന് മാത്രമേ എഴുതൂ. VO എന്ന് എഴുതിയാൽ തെറ്റാണ്. ഓർബിറ്റൽ വെലോസിറ്റി ഇല്ല, മിനിമം ഓർബിറ്റൽ വെലോസിറ്റിയുടെ √2 ടൈംസ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. അങ്ങനെയും കൂടി ഒരു ഓർമ്മ. So when a body is projected with a velocity √2gr from the surface of Earth, then the body never returns back to the Earth. Earthന്റെ സർഫസിലേക്ക് അത് ഒരിക്കലും തിരിച്ച് വരില്ല. ജസ്റ്റ് ഓർത്തിരിക്കണം. ഇതാണ് നമ്മുടെ ഓർബിറ്റ് ഇതിന്റെ കണ്ടീഷൻസ്. ഏതിന്റെ? നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ കണ്ടീഷൻ. ഡെറിവേഷൻ ഇതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എസ്കേപ്പ് വെലോസിറ്റി കഴിഞ്ഞു. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു √2gr. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കാൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് VO മിനിമം ആണ്. VO മിനിമം ഈസ് ഈക്വൽ ടു √gr. ദാറ്റ് ഈസ് 7.92 km/s. ഇനി നമുക്ക് അടുത്തത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. എന്താണ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ? പ്ലാനറ്ററി മോഷനുമായിട്ട്, അതായത് നമ്മുടെ സണ്ണിന് ചുറ്റുമായിട്ട് സാറ്റലൈറ്റുകൾ കറങ്ങിക്കൊണ്ട് പ്ലാനറ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ഫസ്റ്റ് ലോ, 3 ലോ ഉണ്ട്. കെപ്ലറിന്റെ 3 ലോ. അപ്പോൾ കെപ്ലേഴ്സ് ലോസ് ഈസ് ദ ലോസ് റിലേറ്റഡ് ടു പ്ലാനറ്ററി മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ. അതിനകത്ത് ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോ, all the planets are revolving around the sun in elliptical orbit. എല്ലാ പ്ലാനറ്റുകളും എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ ആയിരിക്കും സണ്ണിന് ചുറ്റുമായിട്ട് കറങ്ങുക. എന്താ ഈ എലിപ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എലിപ്സിന് 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും. സർക്കിൾ ആണെങ്കിൽ അതിന് ഒറ്റ ഫോക്കസേ ഉള്ളൂ. പക്ഷെ എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു ഫോക്കസിൽ സണ്ണായിരിക്കും എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ. ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റുമായിട്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ സൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോസൈ, ഫോക്കസിന്റെ പ്ലൂറൽ ഫോസൈ. അപ്പോൾ ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ആസ് വൺ ഓഫ് ദ 2 ഫോക്കസിൽ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സൺ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ. രണ്ടാമത്തെ ലോ പറയുന്നത്, അപ്പൊ ഫസ്റ്റ് ലോ പഠിച്ചു ചോദിക്കണം, ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ആസ് വൺ ഓഫ് ദ ഫോസൈ. സെക്കൻഡ് ലോ പറയുന്നത്, ഡ്യൂറിംഗ് പ്ലാനറ്ററി മോഷൻ ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ അതെന്തുവാ സാർ ഏരിയൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഏരിയ കവേർഡ് ഇൻ എ പർട്ടിക്കുലർ ടൈം. ഏരിയ കവേർഡ്, സാധാരണ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഏരിയൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ഏരിയ കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഏരിയ കവേർഡ് ഇൻ എ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതായത് ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്ന് കരുതുക, സൺ ഇവിടെ ഇരിക്കുന്നു എന്നും കരുതുക. ആദ്യമേ കാര്യം മനസ്സിലാക്കുക, അതിനുശേഷം നമുക്ക് പഠിക്കാം. സൺ ഇതാണ്, ഇവൻ ഇവിടെ നിൽക്കുന്നു. ഈ പ്ലാനറ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നു. സപ്പോസ്
ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നു വരിക. വേണ്ട, 10 സെക്കൻഡ് എന്ന് എഴുതുക. 10 സെക്കൻഡ് കൊണ്ട് ഇവൻ ഇവിടെ എത്തിച്ചു. ഈ 10 സെക്കൻഡ്സ് കൊണ്ട് ഇവൻ കവർ ചെയ്ത ഏരിയ ഇത്രയുമാണ്. 10 സെക്കൻഡ് കൊണ്ട് ഇവൻ കവർ ചെയ്യുന്ന ഏരിയ ഇത്രയുമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ 10 സെക്കൻഡിലും അവൻ ഇത്രയും ഏരിയ വീതം കവർ ചെയ്യണം. അപ്പൊ എന്തു പറ്റുമെന്നറിയാമോ? ഈ പ്ലാനറ്റ് അടുത്ത് വരുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? ഇത്രയും ഏരിയ കവർ ചെയ്യണമെങ്കിൽ അവൻ കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കേണ്ടി വരും. കണ്ടോ, ഇവിടെ ഇച്ചിരി ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ, ഇവിടെ ഭയങ്കരമായിട്ട് ദൂരം. എന്നാലേ ഈ ഏരിയയും ഈക്വൽ ആവണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ദിസ് ഏരിയ, ഇത് ഡെൽറ്റ A1 എന്ന് എടുക്കുക. ഇൻ എ ടൈം ഓഫ് ഡെൽറ്റ ടി, ഇവിടെ സെയിം ടൈം ഡെൽറ്റ ടി, അവിടെ കവർ ചെയ്യുന്ന ഏരിയ ഡെൽറ്റ A2 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഡെൽറ്റ A1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ A2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഓർ ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ A2. ഈക്വൽ ഏരിയ ഈക്വൽ ടൈം ഇന്റർവെൽ കവർ ചെയ്യണം. അപ്പൊ എന്ത് പറ്റുമെന്നറിയാമോ? ദൂരെ ഇത്രയും ഡിസ്റ്റൻസ് കിടക്കുകയല്ലേ, അതുകൊണ്ട് ഈ ഏരിയ എല്ലാം കൗണ്ട് ചെയ്ത് വരും. പക്ഷെ അടുത്ത് വരുമ്പോൾ ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഈ ഏരിയ കൂടണമെന്നുണ്ടെങ്കിൽ ഇവൻ കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കണം. അതിന്റെ അർത്ഥം when the planets are farthest from the sun, it is moving very slowly. But when the planets are nearer to the sun, it is moving very fast. അതിന്റെ അർത്ഥം ഇങ്ങനെ കറങ്ങും. ഈ പ്ലാനറ്റുകൾ കറങ്ങുന്നു നോക്കിക്കോളൂ. കറങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ പതുക്കെ കറങ്ങും, അടുത്തേക്ക് വരുമ്പോൾ സ്പീഡ് കൂടും, ദൂരേക്ക് പോകുമ്പോൾ പതുക്കെ ഇങ്ങനെയായിരിക്കും കറങ്ങും. അപ്പൊ അടുത്ത് വരുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ കറങ്ങും, ദൂരെ പോകുമ്പോൾ പതുക്കെ കറങ്ങും. അപ്പൊ ഡ്യൂറിങ് പ്ലാനറ്ററി മോഷൻ ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്, മീൻസ് ഏരിയ കവേർഡ് ഇൻ എ പർട്ടിക്കുലർ ടൈം റിമെയിൻസ്. അതിന്റെ പ്രൂഫ് ഉണ്ട്, നമുക്ക് പ്രൂഫ് ചെയ്യാം. Aerial velocity remains a constant, or area covered in a particular time interval remains a constant. അതിന്റെ അർത്ഥം when the planets are farthest from the sun, it is moving very slowly, and when it is nearer to the sun, it is moving very fast. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ പറയും. ഷോ ദാറ്റ് ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Aerial velocity is equal to area covered divided by corresponding time taken. ഇവന്റെ റേഡിയസ് R ആണെന്ന് കരുതുക. സപ്പോസ് ദ റേഡിയസ് ഈസ് R. നമ്മൾ സാധാരണ പ്ലാനറ്ററി മോഷൻ ആണെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ പ്ലാനറ്ററി മോഷൻ വെച്ചുകൊണ്ടല്ല നമ്മൾ പഠിക്കുന്ന ഒരു സർക്കുലാർ ഓർബിറ്റ് ആയിട്ട് എടുത്താണ് പഠിക്കുക. അപ്പോൾ ഇവൻ കറങ്ങുന്ന സമയത്ത് ഇവന്റെ ഏരിയ കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഈസ് എ കോൺസ്റ്റന്റ്, ഏരിയ ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഇവന്റെ റേഡിയസ് ഇതാറും ഇത് ഡെൽറ്റ തീറ്റയും ആണെങ്കിൽ ശ്രദ്ധിച്ചോണം. കൺസിഡർ എ പ്ലാനറ്റ് ഈസ് ഇനിഷ്യലി അറ്റ് ദിസ് പൊസിഷൻ, ആഫ്റ്റർ എ ടൈം t seconds the particle reaches here. അവിടെ എത്തിച്ചേരുന്നു. ഇവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. In a time of delta t seconds, the angle covered is equal to delta t. അപ്പൊ ഇതാണ് ഡെൽറ്റ ഏരിയ എന്ന് പറയുന്നത്. Therefore, delta A is equal to, ഈ ഏരിയ എത്ര വരും എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. πr² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2π റേഡിയൻ കറങ്ങണം. ഇത്രയും ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ഡെൽറ്റ തീറ്റ കറങ്ങിയാൽ മതി. ദാറ്റ് ഈസ് this area delta A is directly proportional to delta theta. മനസ്സിലാവുന്നുണ്ടേ? ഒരു സർക്കിളിന്റെ ടോട്ടൽ ഏരിയ കറങ്ങണമെങ്കിൽ 360 ഡിഗ്രി കറങ്ങണം. 360 ഡിഗ്രി ഈസ് 2π റേഡിയൻ. അതാണ് ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ. ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2π ആംഗിൾ ടേൺ ചെയ്യണം. ഇത്രയും ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ഇത്രയും ആംഗിൾ ടേൺ ചെയ്താൽ മതി. ഇത്രയും ഏരിയയാണ് നമുക്ക് ഡെൽറ്റ എ എന്ന് പറയുന്നത്. ഡെൽറ്റ എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ആംഗിൾ. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ πr² ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഡെൽറ്റ തീറ്റ. Therefore, delta A is equal to π cancel. Delta A is equal to r² delta theta divided by 2.
ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വാട്ട് ഈസ് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി? ഒമേഗ, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ ഒമേഗ. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു എം കൊണ്ട് മുകളിലും താഴെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എം കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. Multiplying both the numerator and denominator by m. What is mr square? Mr square is a moment of inertia. That is, it is half I omega divided by m. That is, what is I omega? Angular moment L is equal to I omega. That is, linear velocity V is equal to L divided by 2m. L divided by 2m. During planetary motion, angular momentum remains a constant, 2 remains a constant, m remains a constant. Therefore, aerial velocity remains a constant. അപ്പോൾ ഈ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് ആര് പറഞ്ഞു? ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങും. ആരും ടോർക്ക് കൊടുത്തല്ല കറങ്ങും. ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്. അവൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, സ്വന്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്, ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് എ constant. In the absence of an external torque, total angular. അപ്പോൾ ഇവിടെ എന്ത് പറയണം? V is equal to L by 2m. During planetary motion, angular momentum remains a constant, 2 remains a constant, m remains a constant. Therefore, aerial velocity remains a constant. അതാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് അതപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലോ എന്താ പറയുന്നത് ഓർത്തിരിക്കുക. എന്താണ് രണ്ടാമത്തെ ലോ പറയുന്നത്? അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഏരിയ ഈസ് ഈക്വൽ ടു സോ ആൻഡ് സോ എന്ന് പറയുന്നതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് നമ്മൾ ഓർക്കുക. ഇത് കാണാൻ വേണ്ടി ചോദിക്കാമെങ്കിൽ അങ്ങനെ ചെയ്ത് ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഡ്യൂറിംഗ് പ്ലാനറ്ററി മോഷൻ ഓൾ ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ആസ് വൺ ഓഫ് ദ ഫോസൈ. രണ്ടാമത്തെ ലോ പറയുന്നത് ഡ്യൂറിംഗ് പ്ലാനറ്ററി മോഷൻ ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ എന്ന് പറയും. ഇതിന് ലോ ഓഫ് ഏരിയ എന്ന് പറയും. അതിന്റെ പ്രൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കുലാർ മോഷൻ എടുക്കുക. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ്, എ സാറ്റലൈറ്റ് ഓഫ് മാസ് അല്ലെങ്കിൽ പ്ലാനറ്റ് ഓഫ് മാസ് m is revolving in a circular orbit of radius r with an angular velocity omega. Initially the particle is at a, after a time dt seconds, dt എന്നോ delta t, dt seconds, particle is at the point b. During this time the angle turned by the particle is equal to theta, corresponding area covered is equal to delta a. അല്ലെങ്കിൽ area covered is equal to a. Then aerial velocity is equal to a divided by t, അല്ലെങ്കിൽ dA divided by dt. dA എന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. dA ചെറിയൊരു ഏരിയ. അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഏരിയ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. dA divided by dt ഏരിയ അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തു പറഞ്ഞത്? ടോട്ടൽ ഏരിയ ഈസ് ഡയറക്റ്റ്, ടോട്ടൽ ഏരിയ പൈ ആർ സ്ക്വയർഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2π റേഡിയൻ. ഇത്രയും ഏരിയ dA ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d തീറ്റ. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ dA ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ d തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം, സോൾവ് ചെയ്യാം. ആ dAയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ ഹാഫ് ആർ സ്ക്വയർ d തീറ്റ ഡിവൈഡഡ് ബൈ dt. Multiplying numerator and denominator by 1 m. mr square is equal to moment of inertia, that is equal to I omega d theta by dt is equal to omega divided by 2m. I omega is equal to L, therefore V is equal to L divided by 2m. എന്നിട്ട് എന്ത് പറയണം? ഏരിയൽ വെലോസിറ്റി V is equal to L by 2m. During planetary motion aerial velocity remains, angular momentum remains a constant, 2 remains a constant, m remains a constant, therefore aerial velocity remains a constant. And പ്രൂഫുമായി ഇനി മൂന്നാമത്തെ ലോ പറയുന്നത് എന്താണ്? തേർഡ് ലോ പറയുന്നത് എന്താണ്? തേർഡ് ലോ പറയുന്നത് ഇവൻ ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന ടൈം പീരീഡ് സ്ക്വയർ ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ടൈം പീരീഡ് സ്ക്വയർ ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അതെന്തോ ആർ എന്ന് പറയുന്നത് ഇവൻ കറങ്ങുന്ന സമയത്ത് ഈ ആക്സിസിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ്, ഇതിന് പറയുന്ന പേരാണ് മൈനർ ആക്സിസ്. ചെറിയ ആക്സിസും വലിയ ആക്സിസും. സെമി മേജർ ആക്സിസ്, അതിന്റെ അർത്ഥം മേജർ ആക്സിസിന്റെ പകുതി.
ഇത്രയും സാധനത്തിന് പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ പകുതിക്ക് പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. അപ്പൊ ടൈം പീരീഡ് സ്ക്വയർ ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ 3 ലോ പഠിച്ചു വയ്ക്കാം. വാട്ട് ആർ ദ 3 laws? ഫസ്റ്റ് ലോ, all the planets are revolving around the sun in elliptical orbit with the sun as one of the foci. ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തെ ലോ പറയുന്നത് വെച്ചാൽ ഡ്യൂറിംഗ് പ്ലാനറ്ററി മോഷൻ ഏരിയൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഒരു പ്ലാനറ്ററി മോഷൻ നടക്കുന്ന സമയത്ത് അവന്റെ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. മൂന്നാമത്തെ ലോ, അതിന്റെ പ്രൂഫ് പഠിച്ചു വയ്ക്കണം. മൂന്നാമത്തെ ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് പഠിച്ചു വയ്ക്കാം. മൂന്നാമത്തെ ലോ, ടൈം പീരീഡ് സ്ക്വയർ ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഇനി ഇത് നമുക്ക് പിന്നീട് ഇപ്പോൾ ഉടനെ തന്നെ പ്രൂവ് ചെയ്യാം. നമുക്ക് അതിന്റെ ഡെറിവേഷൻ നമുക്ക് തുടങ്ങാം. ഇതിന്റെ ടൈം പീരീഡ് സ്ക്വയർ ഓഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് എസ്? നെക്സ്റ്റ് നമ്മൾ കയറുന്നത്. അപ്പോൾ 3 ലോയും പഠിച്ചു വയ്ക്കാം. അതിന്റെ പ്രൂഫ് പഠിച്ചു വയ്ക്കുക. ഇനി മൂന്നാമത്തെ ലോയുടെ പ്രൂഫ് നമ്മൾ പറയുകയാണ്. പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിന്റെ പീരീഡ് എത്രയാണ്? ഒന്നുമില്ല, സിമ്പിൾ ആണ്. കൺസിഡർ എ പ്ലാനറ്റ് ഈസ് മൂവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ അറൌണ്ട് ദ സൺ. ഇവിടെ നമ്മളപ്പോൾ ചോദിക്കുക എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലേ സാറേ? നമ്മൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനകത്തെല്ലാം സർക്കുലർ ഓർബിറ്റ് ആയിട്ട് എടുത്താണ് പഠിക്കുക. ഇവന്റെ റേഡിയസ് ആറും ഇവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v0യും VO ആണെങ്കിൽ ഇവന്റെ ടൈം പീരീഡ് t is equal to ഡിസ്റ്റൻസ് ട്രാവൽഡ് 2πr ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി. ഇതിനകത്ത് നമ്മൾ VOയുടെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2πr ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് GR² ഡിവൈഡഡ് ബൈ r. തിരിച്ചെഴുതുമ്പോൾ 2πr ഇൻറ്റു റൂട്ട് ഓഫ് r ബൈ GR². ടി നമ്മൾ നേരെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ t² ഈസ് ഈക്വൽ ടു 4π² r² ഇൻറ്റു r ബൈ GR². r²നെ r-നെയും കൂടെ ഒന്നിച്ചെഴുതുമ്പോൾ t² ഈസ് ഈക്വൽ ടു 4π² r³ ഡിവൈഡഡ് ബൈ GR². 4 is a constant, pi is a constant, g of sun is a constant, radius of the. ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുകയാണെങ്കിൽ എർത്തിന്റെ ജിയും എർത്തിന്റെ റേഡിയസ്, സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ കറങ്ങുമ്പോൾ സണ്ണിന്റെ ജിയും സണ്ണിന്റെ റേഡിയസും. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഇത്രയും കോൺസ്റ്റന്റുകൾ ആയതുകൊണ്ട് t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r³. അതാണ് അതിന്റെ ഇക്വേഷൻ, ടൈം പീരീഡിനുള്ള ഇക്വേഷൻ. അപ്പൊ കൺസിഡർ a satellite is revolving around the earth. എർത്തിന് ചുറ്റുമായിട്ടൊരു സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് ഓഫ് ദ സാറ്റലൈറ്റ് ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡ് ബൈ v0, 2πr ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് GR² ഡിവൈഡ് ബൈ r. തിരിച്ചെഴുതി സ്ക്വയർ ചെയ്യുമ്പോൾ 4π² r² ഡിവൈഡ് ബൈ GR². രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 4π² r³ ഡിവൈഡഡ് ബൈ GR². അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായി 4 കോൺസ്റ്റന്റ്, പൈ കോൺസ്റ്റന്റ്, ജി ഓഫ് എർത്ത് കോൺസ്റ്റന്റ്, r കോൺസ്റ്റന്റ്. therefore it is directly proportional to r³. ഇതായിരുന്നു നമ്മുടെ കെപ്ലറിന്റെ തേർഡ് ലോ എന്ന് പറയുന്നത്. ഇതായിരുന്നു t² is directly proportional to r³. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് 3 ലോ നമ്മൾ പറഞ്ഞു. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ അതിന്റെ പ്രൂഫ്, തേർഡ് ലോ അതിന്റെ പ്രൂഫും കഴിഞ്ഞു. ഇനി നമുക്കൊരു സാധനമുണ്ട്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ജിയോ മീൻസ് എർത്ത്. ജിയോ സ്റ്റേഷനറി വെച്ചാൽ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സ്റ്റേഷനറി. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ അതാണ്. അതായത് എന്താണ് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എർത്തിന് ചുറ്റുമായിട്ടൊരു എർത്ത് ഇതാണെന്ന് കരുതുക. നമ്മുടെ ഇന്ത്യ ഇതിവിടെയാണെന്ന് എഴുതുക. ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് ഇവിടെ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റിനെ കാണാൻ പറ്റുന്നു എന്ന് കരുതുക. നേരെ നോക്കിയപ്പോൾ സാറ്റലൈറ്റ് കാണാം. എർത്ത് കറങ്ങി ഇന്ത്യ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് നമ്മുടെ തലയുടെ മുകളിലുണ്ടാകും. വീണ്ടും ഈ എർത്ത് കറങ്ങി ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ സാറ്റലൈറ്റും നമ്മുടെ നേരെ മുകളിൽ വരണം. കാരണം നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ തലയുടെ മുകളിൽ അപ്പോൾ ഈ സാറ്റലൈറ്റും എർത്തിനോടൊപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റ് ഇവിടെ, നമ്മൾ ഇവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റ് ഇവിടെ, ഇവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റ് ഇവിടെ, ഇവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റ് ഇവിടെ, ഇവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കും അതെന്തോ അങ്ങനെ വരണമെങ്കിൽ എന്താ കണ്ടീഷൻ?
അതായത് ഒരു ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാറ്റലൈറ്റും അവനോടൊപ്പം കറങ്ങണം. എർത്ത് ഒരു പ്രാവശ്യം കറങ്ങാൻ 24 hours ആണെങ്കിൽ ഈ സാറ്റലൈറ്റ് കറങ്ങാനിട, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ദാറ്റ് സാറ്റലൈറ്റ് ഈസ് ഈക്വൽ ടു 24 hours. What is a geostationary satellite? A satellite which is stationary with respect to Earth. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ സാറ്റലൈറ്റ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നണം. നമ്മുടെ മുകളിൽ തന്നെ എപ്പോഴും ഉണ്ടാകണം. അല്ലെങ്കിൽ എന്ന് പറയാം, എ സാറ്റലൈറ്റ് ഹൂസ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 24 hours, then that is called a geostationary satellite. ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് രണ്ട് രീതിയിലും പറയാം. A satellite which is stationary with respect to Earth is called geostationary satellite, or a satellite whose time period is equal to 24 hours, then that is called geostationary satellite. ഇതാണ് ജിയോ. അപ്പൊ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് 4 കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ്, ഒരു കാര്യം, ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് അങ്ങനെയാണെങ്കിൽ അവന്റെ റേഡിയസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇച്ചിരി മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു T² ഈസ് ഈക്വൽ ടു 4π² r³ ഡിവൈഡഡ് ബൈ GR². ഓർമ്മയുണ്ടല്ലോ? അതിനകത്തുനിന്ന് r³ വാല്യൂ എന്ത് കിട്ടും? r³ ഈസ് ഈക്വൽ ടു GR² T² ഡിവൈഡഡ് ബൈ 4π². Therefore r ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ദിസ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് G 9.8, മറ്റേ 6400 കിലോമീറ്റർ, ടൈം പീരീഡ് 24 hours സെക്കൻഡ്സിലേക്ക് മാറ്റണം. എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആറിന്റെ വാല്യൂ 42,400 കിലോമീറ്റർ എന്ന് കിട്ടും. 42,400 കിലോമീറ്റർ. അത് ആറെന്ന് പറഞ്ഞ ഏതാണെന്ന് മനസ്സിലായോ? ഈ ടോട്ടൽ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ആർ. ഈ ആറിന്റെ വാല്യൂ 42,400 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കും, സാറേ ഇത് ക്യാപിറ്റൽ ആർ അല്ലേ, അപ്പോൾ H ഹൈറ്റ് എത്രയാണ്? ഹൈ അടുത്തതാണ് മൂന്നാമത്തെ. ഹൈറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് H ഈസ് ഈക്വൽ ടു സ്മാൾ ആർ മൈനസ് ക്യാപിറ്റൽ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 42,400 മൈനസ് 6,400. ദാറ്റ് ഈസ് ഈക്വൽ ടു 36,000 കിലോമീറ്റർ. അടുത്ത കാര്യമായി. അപ്പൊ ടൈം പീരീഡ് ഓഫ് എ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് 24 hours. Radius of the geostationary satellite is equal to 42,400 kilometer. Height of the satellite from the earth of a geostationary satellite is equal to 36,000 kilometer. ഇനി ഒന്നുകൂടിയുണ്ട്, അവൻ കറങ്ങുന്ന വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി എത്രയായിരിക്കും? റൂട്ട് ഓഫ് GR² ഡിവൈഡ് ബൈ സ്മാൾ ആർ. ഈ സ്മാൾ ആറിന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു 3.1 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത് ഇത്രയും ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റുകൾക്കുള്ള പ്രത്യേകതയാണ്. ഇത് ഇത്രയും ഏതൊക്കെയാണ്? ടൈം പീരീഡ് ഓഫ് എ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് 24 hours. റേഡിയസ് ഓഫ് ദ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് 42,400 കിലോമീറ്റർ. And height of the satellite from the surface of Earth is geostationary satellite is equal to 36,000 kilometer, and the velocity with which that satellite is revolving is 3.1 kilometer per second. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റുകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാട്ട് ആർ ദ യൂസ് ഓഫ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്? ഇതിന്റെ ഇമ്പോർട്ടന്റ് യൂസ് എന്ന് പറയുന്നത്, ഒന്ന് കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, രണ്ടാമത്തത് വെതർ ഫോർകാസ്റ്റിംഗ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഈ എർത്ത്, നമ്മളിവിടെ ഇന്ത്യ നിൽക്കുന്നു. നമ്മുടെ മുകളിലുള്ള വെതറിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ സാറ്റലൈറ്റ് നമ്മളോട് ഇന്ത്യ ഇവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റ് നമ്മുടെ കൂടെ വരണം. അല്ലാതെ സാറ്റലൈറ്റ് ഇവിടെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെ എത്തുമ്പോൾ ഇന്ത്യയുടെ വെതർ പറയാൻ പറ്റുമോ? അയാൾക്ക് പറ്റത്തില്ല. അപ്പൊ ഇപ്പം രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നിന്ന് നമ്മൾ സാറ്റലൈറ്റിന് വിട്ടിട്ട് വേറെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും അത് നമ്മുടെ മുകളിലുണ്ടാകണം. അപ്പോൾ ദ ഇമ്പോർട്ടന്റ് യൂസസ് ഓഫ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ആർ ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ്. ഇത്രയും ആയപ്പോൾ നമ്മളുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഫുൾ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് ഏതാണെന്ന് റൊട്ടേഷണൽ ഡൈനാമിക്സോ വർക്ക് എനർജി പവർ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക, എക്സാമിനേഷൻ എഴുതുക. ഓക്കെ.